മഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 12-ാം സ്കന്ധം 9-ാം അധ്യായം. ഓം ഗൗതമ ശാപകഥയാണ്. എന്തുകൊണ്ടാണ് അമ്മയെ ഉപാസിക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കേനോപനിഷത്ത് കഥ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഗൗതമ ശാപം ഉണ്ടായതുകൊണ്ടാണ് നമുക്കൊക്കെ അത് വേണ്ട രീതിയിൽ തോന്നാത്തത്, വേദം തോന്നാത്തത്, വേദത്തിൻ്റെ അർത്ഥം തോന്നാത്തത്, അതിൻ്റെ പ്രയോഗത്തിൻ്റെ ലക്ഷ്യം തോന്നാത്തത്, ഇങ്ങനെ പലതുമുണ്ട്. അപ്പോൾ ആ ശാപകഥ വായിക്കാൻ 98 ശ്ലോകങ്ങളുണ്ട്. അതിന് ശേഷമാണ് മണിദ്വീപത്തെ പറയണം എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ 3 അധ്യായങ്ങളെ കൊണ്ട് മണിദ്വീപത്തെ പറയുകയാണ്. ഇവിടെ ബ്രാഹ്മണർക്ക് ഒരു വേണ്ടാത്ത ബുദ്ധി തോന്നിയ കഥ എല്ലാവർക്കും അറിയാം. അതായത് മഴയില്ലാതെ കണ്ട് ദേവകോപം കൊണ്ട് ക്ഷാമം വന്നു. അപ്പോൾ എവിടെയും ആഹാരം കിട്ടാതെയായി, സർവനാശം വരണു. എന്താ പരിഹാരമെന്ന് അന്വേഷിക്കുന്നു. ഗൗതമൻ്റെ പക്കൽ എല്ലാമുണ്ട്, ഗായത്രി ഉപാസന കൊണ്ട്. അതുകൊണ്ട് ഗൗതമനെ ആശ്രയിച്ചോളൂ എന്ന് സന്ദേശം ലഭിക്കുന്നു. ബ്രാഹ്മണരുൾപ്പെടെ ഗൗതമൻ്റെ അടുത്തേക്ക് എത്തുന്നു. വളരെ ഹൃദ്യമായിട്ട് ഗൗതമൻ സ്വീകരിക്കുന്നു. 12 കൊല്ലം സുഖമായിട്ട് അവിടെ വസിക്കുന്നു. ഗൗതമൻ്റെ ഒപ്പം ഈ ബ്രാഹ്മണരും എല്ലാവരും ഒരേപോലെ തന്നെ ഈശ്വരോപാസന ചെയ്യുന്നു, അമ്മയെ സ്മരിക്കുന്നു, സർവ്വസമൃദ്ധിയെ ലഭിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ്. ഗൗതമന് പ്രത്യേകിച്ച് ഒരു ഫലമില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥാനം ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഒരു ഗൂഢാലോചന നടക്കുന്നു, അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. യാഗവേദിയിലേക്ക് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു പശുവിനെ ഉണ്ടാക്കി. ആ പശു ചാവാളി പശുവാണ്. ചെല്ലാൻ പാടില്ലാത്ത സ്ഥലമുണ്ട്, അവിടേക്ക് ചെല്ലണു. അപ്പോൾ പശുവിനെ ആട്ടാൻ വേണ്ടിയിട്ട് ഗൗതമൻ എന്നൊന്ന് പറഞ്ഞു പോയി. പക്ഷേ അത് താങ്ങാനുള്ള കഴിവും കൂടി ഇല്ല ഈ പശുവിന്. ആ പശു ചത്തു. അപ്പോൾ ഗൗതമൻ പശുവിനെ കൊന്നു, ബ്രഹ്മഹത്യ പ്രാപിച്ചിരിക്കണു എന്ന് ഈ ബ്രാഹ്മണർ ഗൗതമനാൽ അഭയം കൊടുത്തതായിട്ട് അത് സ്വീകരിച്ച് 12 കൊല്ലം സുഖമായിട്ട് ജീവിച്ച ആ ബ്രാഹ്മണർ ഗൗതമൻ്റെ ക്രോധത്തിന് ഇരയാകേണ്ടി വന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഗൗതമൻ തെറ്റുകാരനായി എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമ പശുവിനെ വിട്ട് ഈ ഹുങ്കാര മന്ത്രം കൊണ്ട് ഗൗതമനാൽ ആ പശു മരിച്ചുപോയി. ഗൗതമന് ബ്രഹ്മശാപം കിട്ടിയിരിക്കുന്നു, ബ്രഹ്മഹത്യാപാപം കിട്ടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞോട് കൂടിയിട്ട് ഗായത്രി ദീക്ഷിതനായിട്ടുള്ള ആ ഗൗതമൻ അമ്മയെ സ്മരിക്കുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു അമ്മേ? ഇത് അങ്ങയുടെ കുറ്റമല്ല. ഗൗതമനോട് ക്ഷമാപണം ചെയ്തു ദേവി. അതോടുകൂടിയിട്ട് ഗൗതമന് മറ്റ് ദോഷങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇവരെ ശിക്ഷിക്കണം എന്ന് കണക്കാക്കിക്കൊണ്ട് അമ്മയിൽ നിന്നും വിമുഖരാവട്ടെ നിങ്ങൾ. ഇതാണ് ശാപം. അനവധി ശാപങ്ങളാണ് കേട്ടോ, അത് വായിക്കാൻ കേൾക്കാം. ഗൗതമൻ തൻ്റെ ആ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ ദേവി ഭജനത്തോടു കൂടിയിട്ട് സുഖമായിട്ട് വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബ്രാഹ്മണ നിന്ദ, ഭക്തനിന്ദ, ദീനന്മാരെ കാണുമ്പോഴേ നിന്ദിക്കരുത്. അംഗവൈകല്യം അങ്ങനെയൊക്കെ ഉള്ളവരെ കാണുമ്പോൾ നിന്ദിക്കരുത്. നല്ല പണ്ഡിതന്മാരെ കാണുമ്പോൾ നിന്ദിക്കാൻ പാടില്ല. സ്ത്രീകളെ നിന്ദിക്കാൻ പാടില്ല, ഗ്രന്ഥത്തെ നിന്ദിക്കാൻ പാടില്ല, തുളസി, അരയാല്, ക്ഷേത്രം, ഈ ബഹുമാനിക്കേണ്ടവരെ മുഴുവൻ, അത് ചേതനം അചേതനം സത്ത് അസത്ത് ഒക്കെ പലതും ഉണ്ട്, നമ്മൾ അറിയണില്ല. അത് ചില അസത്തുകളാണ് വലിയ ഗുണമായിട്ട് വരുന്നത്. അത് പലതും ഉദാഹരണമായിട്ട് പലതും പല കഥകളുണ്ടല്ലോ. വിഷത്തെ ഇല്ലാണ്ടാക്കാൻ വിഷം തന്നെയല്ലേ ഉപയോഗിക്കുന്നത് ആ കൂട്ടത്തിൽ. അപ്പോൾ ഈ സാങ്കത്യഭാവം ഈശ്വരീയമാണ്, ഈശ്വരനാൽ തരപ്പെട്ടതാണ്. ഇതറിയാതെ കണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ത്രികരണങ്ങൾ മനസ്സാ വചസാ കർമ്മണ അത് ഭഗവതിക്ക് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ചീത്തകൾ നമ്മെ പിടികൂടും. അത് എന്നേക്കും കുംഭീഭാഗ നരകത്തിലേക്ക് ചെല്ലേണ്ടി വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ ഈ ഒരു ഉദാഹരണ കഥ നമ്മളെ ഓർമ്മിപ്പിക്കാൻ, നമ്മളെ പേടിപ്പിക്കാൻ. ഭയം വേണത്രേ, ഭയത്തോട് കൂടിയിട്ട് വേണം. അങ്ങനെ ജീവിച്ചാലാണ് സ്വയം വിശകലനം ചെയ്യുള്ളൂ. അപ്പോഴാണ് ആശ്രയിക്കണം എന്ന് തോന്നുള്ളൂ. ആ ആശ്രയിക്കലാണ് ഈ
ഉപാസനകൾ. അത് പറഞ്ഞിട്ടാണ് മണിദ്വീപം പറയുന്നത്. നമുക്ക് കേൾക്കാം. 98 ശ്ലോകങ്ങളുണ്ട് ഈ അധ്യായത്തിൽ. ശ്രീമദ് ദേവി മഹാഭാഗവതം 12-ാം സ്കന്ധം 9-ാം അധ്യായം. ഓം വ്യാസൻ: പണ്ടൊരിക്കൽ 10-5 വത്സരങ്ങൾ തുടർച്ചയായി കർമ്മദോഷം കൊണ്ട് ഭൂവിൽ മഴ കിട്ടാതെയായി നൃപ. ആളിപ്പടർന്നു ദൗർഭിക്ഷ്യം സർവനാശകരം തഥാ. ഗൃഹം തോറും ചത്തടിഞ്ഞ ശവം എണ്ണാൻ പ്രയാസമായി. കടിച്ചു തിന്നാർ ക്ഷുധയാൽ വരാഹാശ്വാദിയെ ചിലർ. മനുഷ്യർ തൻ ശവം കൂടി ഭക്ഷിച്ചാർ ക്ഷുത്തിനാൽ ചിലർ. അമ്മമാർ മക്കളെ തിന്നാർ, വരന്മാർ പത്നിമാരെയും വിശപ്പടക്കാനാവാതെ മർത്യർ സർവത്ര തെണ്ടിനാർ. ഒത്തുകൂടി ചിന്ത ചെയ്താൽ അക്കാലം വിപ്രരൊക്കെയും ഈ കഷ്ടം പോക്കുവാൻ ഗൗതമർഷിക്ക് സാധ്യമായി വരൂ. പോക നാമേവരും ഗൗതമാശ്രമത്തിങ്കലീക്ഷണം. ഗായത്രി ജപനിഷ്ണാതനാണല്ലോ മുനി ഗൗതമൻ. സുഭിക്ഷം അങ്ങെന്നു കേൾപ്പൂ. പോയിട്ടുണ്ട് എത്രയോ ജനം. ഏവം ചിന്തിച്ചങ്ങു ചെന്നാർ കെട്ടും മുട്ടയുമായി ദ്വിജർ. അഗ്നിഹോത്രം ധനം ഗോക്കൾ ഭൃത്യന്മാരിവരൊത്തുടൻ. കിഴക്കു നിന്നെത്തി ചിലർ, തെക്കുനിന്ന് അന്യസംഘവും, പടിഞ്ഞാറും വടക്കും നിന്നെത്തി മറ്റുള്ള കൂട്ടരും. ദ്വിജസംഘത്തെ ഏവം കണ്ട് ആനമിച്ചതു ഗൗതമൻ. ഹരേ ആസനാദ്യുപചാരങ്ങൾ കൊണ്ട് പൂജിച്ചു വിപ്രരെ. ചോദിച്ചു കുശലം വന്ന കാരണത്തെയും ആദരാൽ. ചൊന്നാർ സവിസ്മയം സ്വസ്വവൃത്താന്തം അവരൊക്കെയും. ദുഃഖാർത്തരായി വിപ്രരെ കണ്ട അഭയം നൽകി മാമുനി. സർവഥാ ഭൃത്യനീ ഞാനീ ഗൃഹം നിങ്ങളുടേതു താൻ. ചിന്തയെന്തിന് നിങ്ങൾക്ക് ദാസൻ ജീവിച്ചിരിക്കവേ. തപോധനന്മാരാണല്ലോ നിങ്ങൾ. ഞാൻ ധന്യനെത്രയും ആരെ ദർശിക്കവേ മാറും പുണ്യമായി ഘോരപാപവും. നിങ്ങൾ തൻ പാദധൂളി കൊണ്ട് എൻ ഗേഹം പവിത്രമായി. നിങ്ങൾ തൻ കൃപയാൽ ആരുണ്ട് എന്നേക്കാൾ ധന്യനായൊരാൾ. സുഖമായി ഇങ്ങു പാർത്താലും സന്ധ്യാവന്ദന നിഷ്ഠരായി. ശ്രീ മഹാദേവിയെ നമ. വ്യാസൻ ആശ്വാസവാക്കേവമോദി ഗൗതമൻ താപസോത്തമൻ. ഭക്തിപൂർവം കൂപ്പി വാഴ്ത്തി ഗായത്രീ ദേവിയെ തഥാ. ഓം നമോ ദേവി മഹാവിദ്യേ വേദധാത്രീ പരാൽപരേ. വ്യാഹൃത്യാദിമഹാമന്ത്രരൂപേ പ്രണവരൂപിണി. സാമ്യാവസ്ഥാത്മികേ ദേവി നമോ ഹ്രീങ്കാരരൂപിണി. സ്വാഹാ സ്വധാ സ്വരൂപേ കൈതൊഴുന്നേൻ സകലാർത്ഥതേ. ഭക്തകൽപ്പലതേ കൂപ്പാമവസ്ഥാത്രയസാക്ഷിണി. തുര്യാതീതാത്മികേ ദേവി സച്ചിദാനന്ദവിഗ്രഹേ. സർവവേദാന്തസംവേദ്യേ സൂര്യമണ്ഡലവാസിനി. തങ്കവർണ്ണമിഴം ബാല പുലർച്ചയ്ക്കുച്ചയാകവേ യുവകോമള. അന്തിക്ക് വൃദ്ധകൊണ്ടൽ നിറത്തൊടും നമസ്തേ. സർവലോകേശി കാത്താലും പരമേശ്വരി. ഏവം സ്തുതിക്ക് പ്രത്യക്ഷ ദർശനം നൽകി അംബിക. നാരായണ ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം. അമ്മയല്ലാതെ മറ്റില്ലെനിക്കാശ്രയം. ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ഗായത്രീ ദേവ്യൈ നമ. ഓം സർവാഭീഷ്ടതമാം പൂർണ്ണപാത്രമൊന്നേകി ഇങ്ങനെ. ചൊന്നാളദേവി എന്തെന്തു വേണമെന്നു നിനക്കിലും. എല്ലാമേകുന്നൊരേ പാത്രം ഇതാ തന്നേൻ നിനക്കു ഞാൻ. ഇവിടെ അക്ഷയപാത്രമാണ്. ഇതെല്ലാ ദേവതമാരിലുണ്ട്. സൂര്യൻ അക്ഷയപാത്രം കൊടുത്തതാണ് പാഞ്ചാലിക്ക്. അപ്പം അങ്ങനെ കാമധേനു ഒരു അക്ഷയപാത്രമാണ്. അക്ഷയപാത്രം എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതിൽ നിന്ന് എന്താണോ ആവശ്യപ്പെടുന്നത് അത് കിട്ടും. ജലം വേണച്ചാൽ അത്, സ്വർണം വേണച്ചാൽ അത്, ആഹാരം വേണച്ചാൽ അത്, സൈന്യം വേണച്ചാൽ അത്, എന്താവശ്യപ്പെട്ടാലും അത് വരും എന്ന് സാരം. അതാണ്. ജ്ഞാനം വേണച്ചാൽ അതും കിട്ടുകയെ. അതാണ് അക്ഷയപാത്രം. അതിൽ കഴിയുക അങ്ങനെയില്ല. ശ്രീ മഹാദേവ്യൈ നമ. ഏവമോദി മറഞ്ഞാള സാക്ഷാൽ ഗായത്രിയാംബര. അതിങ്കൽ നിന്നും അന്നേരം കുന്നുപോൽ വിവിധാന്നവും ഷഡ്രസം ചേർന്ന കറികൾ പലതും ജാതമായി നൃപ. ദിവ്യഭൂഷകളും പട്ടുവസ്ത്രവും മറ്റു വസ്ത്രവും യജ്ഞസാമഗ്രികളും പല പാത്രങ്ങളും തഥാ. മഹാത്മാവാം ഋഷിശ്രേഷ്ഠൻ ആവശ്യപ്പെട്ടതൊക്കെയും ആ പൂർണ്ണപാത്രത്തിൽ നിന്നും ഉദ്ഗമിച്ചതു നാരദ. സത്വരം വിപ്രസംഘത്തെ വിളിച്ചാമോദപൂർവകം ധനധാന്യാദിയും വസ്ത്രങ്ങളും നൽകി മുനീശ്വരൻ. പാത്രത്തിൽ നിന്നുമുണ്ടായ ഗോമഹിഷ്യാദി സർവവും സൃക്സൃവാദികളാം യജ്ഞസംഭാരങ്ങളുമേകിനാൻ. യജ്ഞങ്ങൾ ചെയ്തു വിപ്രന്മാർ മുനി കൽപ്പിച്ച മാതിരി. ഏവം ആ പുണ്യഭൂഭാഗം കേവലം നാഗതുല്യമായി. മൂലോകത്തിലും എന്തെന്ത് നല്ലതുള്ളത് അതൊക്കെയും ഗായത്രി ദത്തപാത്രത്തിൽ നിന്നുമുണ്ടായി തങ്ങുടൻ. എല്ലാവർക്കും വേണ്ടത് നല്ലത് മാത്രം ഉണ്ടായി അപ്പം ആ സമയത്ത്. ഇനി ചീത്ത വരും. എപ്പോഴാണ് വരിക? ചീത്ത ചെയ്താൽ ചീത്തയല്ലേ വരിക.
വസ്ത്രചന്ദനഭൂഷാദി കൊണ്ടു ദേവോപമം ദ്വിജർ ശോഭിച്ചു തൽ പത്നിമാർ വെൺമങ്കമാർക്കും സമാനമായി. ഏവം ദേവന്മാർക്കൊപ്പേ ഏവം മുന്യാശ്രമത്തിങ്കൽ എന്നുമുണ്ടായതുത്സവം. തീണ്ടിയിൽ ആശ്രമം രോഗാദികളോ ദൈത്യഭീതിയോ സദനസ്സുവർഗം. അതാണ് അവിടെ രോഗങ്ങളില്ല, മനോരോഗമില്ല, ശരീരരോഗമില്ല. അതാണ് അപ്പോൾ അവിടെ മനോരോഗമാണ് ഈ കന്മഷങ്ങളൊക്കെ. അസൂയ, മാത്സര്യ, ഋഷ്യ, അവമാന, സ്ഥാനം, അങ്ങനല്ലേ പലതുമില്ലേ. അതൊക്കെ ഈ കന്മഷമാണ്. അതുള്ളവർക്ക് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ സ്വർഗസമാനമായി എന്ന് പറഞ്ഞതിൻ്റെ സാരം അതാണ്. എന്നിട്ടും 12 കൊല്ലം കഴിഞ്ഞപ്പോൾ, ഇത് 12 കൊല്ലം നിൽക്കൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഉപാസന ഇത് വേണം, ബലം വേണം. അതാണ് അതുണ്ടായില്ല. ശ്രീ മഹാദേവി നമ. ഏവം മുന്യാശ്രമത്തിങ്കൽ എന്നുമുണ്ടായതുത്സവം തീണ്ടിയില്ല ആശ്രമം രോഗാദികളോ ദൈത്യഭീതിയോ ശതയോജന വിസ്തീർണമായോരാശ്രമ ഭൂവതിൽ മറ്റും ജന്തുക്കൾ പലതും വന്നുകൂടുകയാൽ നൃപ അഭയം നൽകി രക്ഷിച്ചാൻ അവയെയും മുനീശ്വരൻ. വിധി പോലെ അവിടെ ചെയ്ത നാനായജ്ഞങ്ങളാൽ സുരർ പാരം സന്തുഷ്ടരായി പാടിപ്പുകഴ്ത്തി മുനി കീർത്തിയെ വാഴ്ത്തിനാൻ ഇന്ദ്രസഭയിൽ ഒരു നാൾ ഇന്ദ്രനീവിധം. നമുക്കഭീഷ്ടങ്ങൾ സമസ്തമേകും മഹാൻ നമുക്കിന്നൊരു കൽപ്പപാദപം. അല്ലെങ്കിൽ ജീവിപ്പതിനും ഞെരുങ്ങുമീ അകാലമെങ്ങി മഖഭാഗമൊക്കെയും. എവിടെയും യാഗമില്ലാതെ ഈ മുന്യാശ്രമത്തിൽ, ഗൗതമാശ്രമത്തിൽ മാത്രമായി യാഗം. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഗൗതമനെ പുകഴ്ത്തി. അതാണ്. ബാക്കി എവിടെ ഒന്നുമില്ലേ. ഏവം 12 വർഷങ്ങളാ വിപ്രേന്ദ്രടെ മാമുനി മക്കളെ പോൽ കാത്തുപോറ്റി ഗർവലേശമെഴാതഹോ തീർപ്പിച്ചാൻ അന്നു ഗായത്രി ക്ഷേത്രമൊന്നു ഉത്തമം മുനി. ആ ക്ഷേത്രത്തിൽ ദ്വിജേന്ദ്രന്മാർ സന്ധ്യ 3-ലും 1 പോൽ പുരശ്ചര്യയോടും ഭക്തിയാ പൂജിച്ചു ജഗദംബയെ. ഈ പുരശ്ചര്യ എന്നുള്ളത് പുരഹചര്യ, മുമ്പിലുള്ള നമ്മുടെ ജീവിതം അങ്ങോട്ട് അവസാനം വരെ പോകണമല്ലോ. ആ മുമ്പിലുള്ളതായിട്ടുള്ള ചര്യകൾ, ആചാരം, അനുഷ്ഠാനം ഇല്ലേ, പ്രവർത്തികൾ. ഈ പ്രവർത്തികളാണ് പുരശ്ചര്യ. അത് എങ്ങനെ വേണം? അത് ഏറ്റവും സാത്വികമായിട്ട് തപസ് എന്ന രീതിയിൽ നിയമത്തോട് കൂടിയിട്ട്, നിയമങ്ങളോട് കൂടിയിട്ട് അങ്ങനെ ചെയ്താലേ പ്രാണായാമങ്ങൾക്കും കൂടി ഫലമുള്ളൂ. യമനിയമം ചെയ്ത് 24 ആ 24 കുറച്ചധികം ഉണ്ട് കേട്ടോ. 24 എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ശീലങ്ങളെല്ലാം കൂടി കഴിഞ്ഞാൽ 100 108 അപ്പോൾ അത് ചെയ്താൽ മാത്രമേ ഈ പ്രാണായാമത്തിനും ഫലമുള്ളൂ എന്ന് സാരം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ ധ്യാന സമാധി എന്നൊക്കെ പറയുമ്പോഴേ അവിടേക്ക് എത്താൻ കുറച്ച് ഞെരുക്കമുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ സാധിച്ചു. അതാണ് പുരശ്ചര്യയോടും ഭക്തിയാ പൂജിച്ചു ജഗദംബയെ. കാണാം ദേവിയെ അങ്ങ് ഇന്നും ഉഷസ്സിലൊരു ബാലയായി യൗവന പൊടുച്ചയ്ക്കും വൃദ്ധയായ അന്തിയെങ്കിലും. അന്നൊരിക്കൽ തത്ര വന്നു നാരദൻ മുനി പുങ്കവൻ പാടിയും കൊണ്ടു ഗായത്രി മഹാത്മ്യം നിജ വീണയിൽ. നാരദനിലായിരിക്കും ചെല്ലും. അപ്പോൾ ഇവിടെ എന്നും കുട്ടിയായിട്ട് ഈ ഗായത്രി ദേവിയാണ് നമ്മുടെ സാവിത്രി, ഗായത്രി, സരസ്വതി. അപ്പോൾ ഗായത്രി കുട്ടിയായിട്ട്, സാവിത്രി ഉച്ചയ്ക്ക്, മറ്റേ യൗവനയുക്തിയായിട്ട്, സരസ്വതി വൃദ്ധയായിട്ട്, അങ്ങനെയാണ് പറയാം. അതെങ്ങനെയാണ് അങ്ങനെ ചോദിക്കൊന്നും വേണ്ട. അതങ്ങനെയാണ് വെച്ചാൽ എങ്ങനെയാണ് 3 ഭാവത്തിൽ അമ്മ വരും. പേരും നാളൊന്നും നോക്കണ്ട. ശ്രീ മഹാദേവിയെ നമ. അപ്പോൾ നാരദൻ്റെ വന്നു, എന്നിട്ട് പറയുകയാണ്. അപ്പോൾ ഇതൊരു കാരണമാണ്. അഹങ്കാരം ഉണ്ടോ നിങ്ങൾക്ക് ഈ സുഖം കിട്ടുമ്പോൾ എന്ന് ചോദിക്കുകയാണ്. ആ ചോദിക്കുമ്പോൾ എനിക്ക് അഹങ്കാരമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് വേണം നാരദനെ നമസ്കരിക്കണം, ഈ മുനിയെ നമസ്കരിക്കണം, ഗൗതമനെ നമസ്കരിക്കണം, ഗായത്രി ദേവിയെ നമസ്കരിക്കണം. ഇതേ വേണ്ടൂ. അതുണ്ടായാൽ പിന്നെ ഈ കുറ്റങ്ങളൊന്നും തോന്നില്ല, ഈ ഗൂഢാലോചന വേണ്ടി വരില്ല. അപ്പം നമ്മൾ പരീക്ഷിക്കും പലതും. അതാണ്. അപ്പോൾ ആ പരീക്ഷയിൽ നമ്മൾ ജയിക്കണം. ആ പരീക്ഷയിൽ ജയിക്കലാണ് യഥാർത്ഥ ഭക്തനായോ എന്നുള്ളത് നമ്മൾ സ്വയം വിശകലനം ചെയ്യണം എല്ലാ ദിവസവും എന്ന് പറയാനുള്ള കാരണം. അതാണ് കൗൺസിലിംഗ്. അതാണ് ഭാഗവതം ഒരു കൗൺസിലിംഗ് ആണ്. ശ്രീ മഹാദേവിയെ നമ. അന്നൊരിക്കൽ തത്ര വന്നു നാരദൻ മുനി പുങ്കവൻ പാടിയും കൊണ്ട് ഗായത്രി മഹാത്മ്യം നിജ വീണയിൽ. ഭാവിത ആത്മാക്കൾ മുനികൾക്കിടയിൽ ഗൗതമാദ്യരാൽ തുലോം പൂജിതനായി തത്ര നാരദൻ ശാന്തചിത്തനായി ഗൗതമൻ തൻ പെരുമയെ പറ്റിയോതാൻ തുടങ്ങിനാൻ.
വിപ്രന്മാരെ പോറ്റിടും നിൻ വിപുല സ്വച്ഛകീർത്തിയെ ബ്രഹ്മർഷേ കേട്ടു ഞാൻ ഇന്ദ്രൻ സുധർമ്മയിലുരച്ചതായി. ഇന്ദ്രൻ വാഴ്ത്തി പറഞ്ഞോര കഥ നേരിട്ട് കാണുവാൻ വന്നേൻ ഞാൻ ധന്യനത്രേ നീ ദേവി കാരുണ്യവായ്പിനാൽ എന്നാ മുനീന്ദ്രനോടോതി ഗായത്രി ക്ഷേത്രം ഉത്തമം അണഞ്ഞു ഭക്തി സമ്പുല്ലനേത്രനായി കണ്ടു ദേവിയെ. കുമ്പിട്ടു വാഴ്ത്തി തരസാ വിണ്ണകം പൂകി നാരദൻ ഗൗതമോത്കർഷമീ വണ്ണം തത് രക്ഷയിലെഴും ദ്വിജർ കേട്ട് അസൂയപ്പെട്ടു പാരം അഴൽപ്പെട്ടാർ ധരാപതേ. ഗൗതമൻ തൻ യശസ്സിന് കോട്ടം തട്ടിച്ചിടും വിധം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി എന്ന് സാരം. നാരദൻ വന്നു, അമ്മയെ കണ്ടു, ഗൗതമനെ കണ്ടു. പക്ഷേ ഋഷിമാരെ കാണേ അല്ലെങ്കിൽ അവരെ ക്യാമറാക്കി ഉണ്ടായില്ല എന്ന് സാരം. കാരണം അവരെല്ലാം ക്യാമറ അതൊന്ന് തോന്നിപ്പിക്കുക തന്നെയാണ് നാരദൻ്റെ ഉദ്ദേശം. അപ്പോൾ നാരദൻ ഇവിടെ വന്നു പോയോ, ഞങ്ങൾക്ക് കാണാൻ തരായില്ലല്ലോ, ഈശ്വരനാണല്ലോ എന്നൊക്കെയാണ് സങ്കല്പിക്കേണ്ടത്. അതിന് പകരം എന്ത് ചെയ്തു? ഗൗതമനെ കുറ്റപ്പെടുത്താണ്ടായത്. കാലം വന്നാൽ പ്രവർത്തിക്കാൻ ഉറച്ചാരവരേവരും പിന്നെ കാലക്രമത്തിങ്കൽ മഴയും പെയ്തു ഭൂമിയിൽ സുഭിക്ഷവും വന്നു രാജ്യത്തെല്ലായിടത്തും നൃപോത്തമ. സുഭിക്ഷത്തിൻ വാർത്ത കേട്ട വിപ്രന്മാരൊത്തുചേർന്നുടൻ ശാന്തം പാപം വട്ടമിട്ടാർ ശപിക്കാൻ ഗൗതമ ഋഷിയെ. എന്തോതാൻ ഇവരെ പെറ്റ പിതാക്കളുടെ ധന്യത കാലത്തിൻ വൈഭവം രാജൻ ചൊല്ലാൻ ആർക്കിഹ സാധ്യമാം. ശ്രീ മഹാദേവി നമാം. ഇപ്പോൾ നല്ല മക്കളുണ്ടാവാൻ വലിയ ഭാഗ്യമാണ്. മക്കളിലൂടെ അച്ഛനമ്മമാർ മുക്തരായിട്ട് തീരണം. അതിനുള്ള ഭാഗ്യം വേണം. അതിനുള്ള ഭാഗ്യം ഇല്ലാത്തവർക്ക് എന്താ ഉണ്ടാവുക? ഈ ചീത്ത മക്കളുണ്ടാവും, ചീത്ത പ്രവൃത്തി ചെയ്യുന്നവർ. ഇത് കലികാലത്തിലാണെച്ചാൽ കുറച്ച് അധികം ഉണ്ടാവും. അപ്പം അതില്ലാതിരിക്കാൻ ഉപാസന അല്ലാണ്ട് വേറെ ഒരു മാർഗവും. നേരത്തെ എഴുന്നേൽക്കുക, ഈ ദേവാരാധികൾ ചെയ്യുക, ഉപാസിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം പറയുക. ശ്രീ മഹാദേവിയെ നമാം. എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കണം, എന്നാലേ ഇതൊക്കെ പറ്റുള്ളൂ. ചാവാൻ പോകും വൃദ്ധഗോ ഒന്നിനെ നിർമ്മിച്ചുമായാൽ വിട്ടാരക്കൂട്ടർ ഹോമത്തിൻ കാലത്താ യജ്ഞശാലയിൽ തടുത്തു ഗൗതമൻ ഹും ഹും ശബ്ദത്താൽ ചത്തിത പശു കൊന്നിത ഗോവിനെ ദുഷ്ടൻ എന്നാർത്താർ ദ്വിജരും തഥാ. ഹോമം സമാപിച്ചു തുരോം ആശ്ചര്യപ്പെട്ടു മാമുനി. സമാധിയിൽ കണ്ണടച്ചു ചിന്തിച്ചാനാശു കാരണം പറ്റിച്ചതേ വിപ്രർ എന്നായി ഉൾക്കണ്ണാൽ കണ്ടു ഗൗതമൻ. പാരം കോപിച്ചു സംഹാരരുദ്രനെ പോലെ തൽക്ഷണം ശപിച്ചു വിപ്രരെ സർവം ചുട്ടാൽ ചെങ്ങിയ കണ്ണുമായി. ഇപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനമാണ് മണക്കുക, ചാണകം ചാരിയാൽ ചാണക മണക്കുക. ഇവിടെ ഇത്രയും കാലം ഈ ബ്രാഹ്മണരെ ഒപ്പമുണ്ടായപ്പോൾ സ്വതേ ബ്രാഹ്മണർക്ക് ഗൗതമനിൽ നിന്നും ഈ നല്ലത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കിട്ടിയ നല്ലത് ഗൗതമനിൽ നിന്നാണ് എന്ന് അംഗീകരിക്കാത്തത് കൊണ്ട് അഹം വന്നു. അഹം വന്നപ്പോൾ ബുദ്ധി കെട്ടു. താൽക്കാലികമായിട്ടാണെങ്കിലും ബുദ്ധി കെട്ടവരായി പോയപ്പോൾ ആ സംഘം നോക്കണേ, ഗൗതമൻ ഒരിക്കലും ചീത്ത പ്രവൃത്തി ചെയ്യാത്തയാളാണ്, എന്നിട്ടും വന്നുപോയി. ഈ സംഘദോഷം എങ്ങനെയുണ്ടായത്? പശുവിനെ കൊന്നതൊന്നും അവിടെ വിഷയമല്ല, കാരണം പശുവിനെ കൊന്നിട്ടില്ല. പക്ഷേ ഇവിടെ ക്രോധം സംഭവിച്ചു. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഇവരുടെ മനസ്സിലുണ്ടായില്ലേ? അത് സാത്വിക ഭാവം ഇല്ലാത്തത് കൊണ്ടല്ലേ? യഥാർത്ഥത്തിലുള്ള വേദത്തിൻ്റെ സ്വരൂപമെന്ത്, പ്രയോഗമെന്ത്, ഉപാസനാവിധി ഇതാണ് എന്ന് മനസ്സിലാക്കാത്തത് എന്ത്? ഇതെല്ലാം ചിന്തിച്ചപ്പോൾ എൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിട്ടും ഈ ആപത്തിൽ നിന്നും രക്ഷിച്ചതായിട്ടുള്ള അമ്മയെ സ്മരിക്കാതെ കണ്ടാണല്ലോ ഇങ്ങനെ ചെയ്തത് എന്ന് സ്മരിച്ചുകൊണ്ടും ഇവർക്ക് ശിക്ഷ അമ്മയാൽ കൊടുക്കേണ്ടതാണ്. അത് ഇവിടെ എങ്ങനെയാണ് സംഭവിച്ചത്? ക്രോധമായിട്ടാണ് പുറത്തേക്ക് വന്നത്. അത്രയേ ഉള്ളൂ. ഇവിടെ എന്താ സംഘദോഷം വന്നത്? ഇവരുടെ താൽക്കാലികമായിട്ടുള്ള ഈ അസൂയ, ആ അസൂയയിൽ നിന്നുണ്ടായിട്ടുള്ള ഗൗതമനെ ഒന്ന് നിഷിക്കുക എന്ന രീതിയിലുള്ള ആ മനോഭാവം, ആ ബ്രാഹ്മണരുടെ ഈ ഭാവമാണ് ഈ ഗൗതമനിൽ ഈ സംഘം വന്നത്. അല്ലാണ്ട് ഈ ബ്രാഹ്മണരല്ല. ബ്രാഹ്മണരായിട്ട് ഈ ഗൗതമന് യാതൊരു സംഘത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ബ്രാഹ്മണരുടെ ഈ ഭാവം പുറത്തേക്ക് വരുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് വരും. അത് ഈ യാഗശാലയിലേക്കും ഗൗതമനിലേക്കും വന്നു. ആ താതാത്മ്യമാണ് ഈ ഗൗതമന് ക്രോധം വരാനുള്ള കാരണം. ഗൗതമനെ സംബന്ധിച്ച് ഈ ബ്രാഹ്മണരെ നിസ്സാരമാണ്. അവർക്കത് അദ്ദേഹത്തിനത് പ്രശ്നമേ അല്ല. വേണമെങ്കിൽ ഭസ്മാക്കാം.
പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇവിടെ ഇപ്പോൾ ഹും ഹും എന്ന് പറഞ്ഞപ്പോൾ ഗോഹത്യ സംഭവിച്ചേ. അപ്പോൾ ഈ ബ്രാഹ്മണരെ ശപിക്കാൻ അവിടെ പശു എന്നുള്ളത് പശുവിന് നിഷ്കളങ്കാണ്. പശു ചത്തു എങ്കിൽ ഈ ബ്രാഹ്മണരെ വധിക്കാൻ വല്ല പ്രയാസമുണ്ടോ? പശു എന്നുള്ളത് നിഷ്കളങ്ക ഭാവമാണ്. ഇവിടെ ചീത്ത ഭാവമാണ് ബ്രാഹ്മണർക്കുള്ളത്. ബ്രാഹ്മണരെ വധിക്കുക എന്നുള്ളത് നിസ്സാരമാണ്. പശു പോലും വധിക്കപ്പെട്ടു. അപ്പോൾ എന്താ വേണ്ടത്? അവിടെ ലോകർക്ക് മാതൃകയായിട്ട് ശിക്ഷ കൊടുക്കണം. ഇവർ ദുരിതം അനുഭവിക്കണം. അത് അമ്മയാൽ പ്രേരിതമായിക്കൊണ്ട് ക്രോധമായിട്ട് പുറത്തേക്ക് വന്നു. അവിടെ അമ്മ പറയുന്നത് എന്താണ്? അങ്ങക്ക് ഇതിൽ തെറ്റില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഗൗതമനോട് പറയാ, അങ്ങ് ശപിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങക്ക് തെറ്റില്ല. സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിൽ ചെന്നിട്ട് ജയവിജയന്മാരെ ശപിച്ചു കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു സനകാദി മഹർഷിമാരോട് മാപ്പ് ചോദിക്കാനുണ്ടായത്. ഞങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാണ് സനകാദി മഹർഷിമാർ പറഞ്ഞത്. ബ്രാഹ്മണരാണ് എൻ്റെ ഈ ബലത്തിന് കാരണം. ഈ പാലകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ഉപാസനയാണ് എന്ന് പറഞ്ഞപ്പോൾ സനകാദി മഹർഷിമാർക്ക് അത് മനസ്സിലായില്ല. കാരണം ഞങ്ങൾ ഉപാസിക്കുന്നത് അങ്ങയാണ്, അങ്ങയ്ക്ക് ഞങ്ങളാ ബലം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വയമേവ അവരിൽ നിന്ന് തോന്നിയത് പ്രഹ്ലാദനായിട്ട് ഈ ജയവിജയന്മാരുടെ ഒപ്പം ജനിച്ചു, വിഭീഷണനായിട്ട് ഒപ്പം ജനിച്ചു. മനസ്സിലാക്കി, സ്വാനുഭവം കൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ ഈ ഗൗതമൻ്റെ ശാപം എന്നുള്ളത് ഗൗതമനെ ബാധിച്ചിട്ടില്ല, കർമ്മബാധ വന്നിട്ടില്ല. അമ്മ മാപ്പ് ചോദിക്കേണ്ടായത്. മഹാവിഷ്ണു സനകാദി മഹർഷിമാരോട് ജയവിജയന്മാരെ ശപിച്ചപ്പോൾ മാപ്പ് ചോദിക്കേണ്ടായത്. അതറിയണം, അതാണ് അതിൻ്റെ മർമ്മം. ഇവർക്ക് യാതൊരു ഭാവമാറ്റങ്ങളും ഇല്ല, ഗൗതമനും ഇല്ല, സനകാദി മഹർഷിമാരും ഇല്ല. അപ്പോൾ ഈ സനകാദി മഹർഷിമാരെ പോലെ തന്നെ ഗൗതമനും ഇവിടെ ശാപം ശരിക്കും കൊടുക്കുകയാണ്. കാരണം ഇവിടെ മർത്യനായിട്ടാണ്, മറ്റത് ദേവലോകം എന്നുള്ള നിലയ്ക്കാണ്, ഇവിടെ മർത്യരൂപത്തിലാണ്. അതുകൊണ്ട് അത് പ്രാക്ടിക്കലാക്കി എന്ന് മാത്രം. എന്തൊക്കെയാണ് ശാപം? ശ്രീ മഹാദേവി നമ. സമാധിയിൽ കണ്ണടച്ചു ചിന്തിച്ചാനാശു കാരണം പറ്റിച്ചിതേ വിപ്രർ എന്നായി ഉൾക്കണ്ണാൽ കണ്ടു ഗൗതമൻ പാരം കോപിച്ചു സംഹാര രുദ്രനെ പോലെ തൽക്ഷണം ശപിച്ചു വിപ്രരെ സർവം രുട്ടാൽ ചെങ്ങിയ കണ്ണുമായി വേദത്തിനമ്മയാം ഗായത്രി തൻ ധ്യാനജപങ്ങളിൽ സർവഥാ വിമുഖന്മാരായി തീർന്നാലും നീച വിപ്രരെ. ആദ്യത്തെ ശാപാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓരോന്ന് പറയാണ്. ഗായത്രി വിടും, വേദം മറക്കും, അമ്മയെ മറക്കും, മന്ത്രം മറക്കും, ഉത്സവം ഉണ്ടാവില്ല, ഭക്തന്മാരെ നിന്ദിക്കും, ശിവപൂജയില്ല, ദേവീ പൂജ ഒന്നുമില്ല, ആചാരമില്ല, അനുഷ്ഠാനമില്ല, ജ്ഞാനമില്ല. പിന്നെയോ തോന്നിയ മാതിരി താന്തോന്നിയായിട്ട് പാഖണ്ഡമതം അങ്ങനെ ജീവിക്കുക. നിത്യകർമ്മമില്ല, വേദമില്ല, ദാനമില്ല, വ്രതമില്ല, അമ്മയെ പൂജിക്കില്ല, ചീത്തകൾ ചെയ്തുകൊണ്ടിരിക്കും. സ്ത്രീ സംഘം, സ്ത്രീ ജീതന്മാരായിട്ട് പെണ്ണുങ്ങളെ ഭരിക്കുക, ഉള്ളത് വിൽക്കും. ഈ പാഖണ്ഡമതം കൊണ്ട് സങ്കരം, കല്യാണം സങ്കരാവും, മറ്റേ എല്ലാം വേദങ്ങൾ സങ്കരാവും, പലതും സങ്കരാവും, മന്ത്രം സങ്കരാവും. പറഞ്ഞില്ലേ, പരമ്പരാനാശം, അമ്മയുടെ കോപം, അവസാനം ഈ പൊട്ടക്കിണറാകുന്ന അതിൽ വീഴും, സംസാരത്തിൽ വീഴും, സംസാരം കടക്കില്ല, കുംഭിഭാഗം നരകം തന്നെ. ശാപം വായിക്കാം. ഓം വേദത്തിനമ്മയാം ഗായത്രി തൻ ധ്യാനജപങ്ങളിൽ സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ മൂലപ്രകൃതൻ ധ്യാനത്തിങ്കലും കഥയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ. ഇതിങ്ങനെ വായിക്കണ കേട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, ഇത് ബ്രാഹ്മണർക്കുള്ള ശാപമാണെന്ന്. ഇത് ബ്രാഹ്മണർക്കുള്ള ശാപമല്ല, തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള ശാപമാണ്. അവിടെ എല്ലാ മനുഷ്യർക്കും ഇത് ബാധകമാണ്. അല്ലാണ്ട് ബ്രാഹ്മണരായിട്ട് അവർക്കുള്ള ശാപമായെന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഇത് ഈ പൂണുപോലത്തെ ആൾക്കാരൊക്കെ തെറ്റുകാരാന്ന്. അത് ആ ആൾക്ക് അത്രയും വിവരമുള്ളൂ, ആചാര്യനായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഒട്ടും വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. തെറ്റ് ചെയ്യുന്നവർക്കുള്ള ശാപമാണത്. ശ്രീ മഹാദേവി നമ. മൂലപ്രകൃതൻ ധ്യാനത്തിങ്കലും കഥയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ ദേവീ മന്ത്രത്തിലും ക്ഷേത്രത്തിങ്കലും പൂജയിങ്കലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ ദേവി ഉത്സവങ്ങൾ കാണാനും നാമസങ്കീർത്തനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരെ. ഇപ്പോൾ ഇന്ന് ചില ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, പൂരം ഉത്സവം. അവിടെയൊക്കെ കൊല്ലാം ഉത്സവം തന്നെയാണെങ്കിലും
അവിടെ ഉത്സവപ്രതീതമല്ലാത്ത കാര്യങ്ങൾ പുറമെ ധാരാളം നടക്കണം. കൊട്ടും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അത് ഈ അമ്പലവുമായി ബന്ധപ്പെടാത്ത രീതിയിലുള്ള ക്ഷേത്ര ഉപാസനാ സമ്പ്രദായങ്ങളുണ്ട്. വാദ്യഘോഷാദികൾ, കീർത്തനാദികൾ, ശബ്ദമുഖരിതമാക്കുന്നത്, അതേപോലെ ഈ ചലനങ്ങൾ, അത് ക്ഷേത്രത്തിലേക്ക് അതിൻ്റെ ഈ ശക്തി ചൈതന്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലല്ലാത്തത് ചിലതും ഇന്ന് പൂരങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് താല്പര്യമില്ല. അതല്ല അവിടെ വേണ്ടതെന്ന് സാരം. ദേവിയെ പുറമേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകണു, ദേവിയെ എല്ലാവരും പ്രാർത്ഥിക്കണു, വേദസ്തുതികൾ ചൊല്ലി ബ്രാഹ്മണർ, അതേപോലെ കീർത്തനാദികൾ ചൊല്ലി സ്ത്രീകൾ, കന്യകൾ മറ്റേ വിളക്കും താലമൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു വലിയ ആഘോഷം. അതൊക്കെ ദേവി പ്രീത്യർത്ഥാണ്. അതല്ലാതെ കണ്ട് പലതും നടക്കണ്ടല്ലോ, നമ്മൾ ഉത്സവം പൂരം എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അത് ദേവിക്ക് ദേവിയുടേതായിട്ടുള്ള ശക്തി വർദ്ധിപ്പിച്ചാലാണ് അതിൽ നിന്ന് നമുക്കതിൻ്റെ ഇരട്ടി കിട്ടുള്ളൂ. അപ്പോൾ ഈ കൊടുക്കുന്നത് നെഗറ്റീവ് ആവുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നത് നെഗറ്റീവ് ആവും. അപ്പോൾ അത് വരാതിരിക്കാൻ നമ്മൾ നല്ലോണം മനസ്സിൽ തന്നെ വേണം. ദേവി ഉപാസന എന്നുള്ളത് ദേവിയുടെ ഈ പ്രീത്യർത്ഥം തന്നെയാവണം. അതിൽ നമ്മുടേതായിട്ടുള്ളൊന്നും നമ്മൾ ചേർക്കരുത്. അത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോ പൂരത്തിനോ ചെയ്യരുത്. അത് വേറൊരു സ്ഥലത്ത് വേണമെച്ചാൽ ചെയ്തോളാം, അത്രയേ ഉള്ളൂ. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്. ഈ ദിവസമായിട്ട് ബന്ധപ്പെടുത്തരുത് ഒരിക്കലും. മറ്റൊരു സ്ഥലത്ത് അത് അവരവരുടെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ മണ്ഡപത്തിലോ എവിടെ ചാവാം, അത്രയേ ഉള്ളൂ. ദേവീ മന്ത്രത്തിലും ക്ഷേത്രത്തിങ്കിലും പൂജയെങ്കിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ദേവി ഉത്സവങ്ങൾ കാണാനും നാമസങ്കീർത്തനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ദേവീ ഭക്തന്മാരെ അർച്ചിക്കാനും മുമ്പിൽപ്പെടാനുമേ സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ശിവോത്സവം കാണുവാനും ശിവഭക്താർച്ചനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലിരുന്ന് വായന, ഈ രക്ഷാർച്ചന, പിന്നെ സമൂഹാർച്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവാണ്. അതൊന്നും ചെയ്യാതെ കണ്ട് അതിനൊക്കെ വിമുഖതയാണ്. അതൊക്കെ ചെയ്യുന്നവർക്കാണ് ഈ അന്നദാനാദി കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അവർക്കൊന്നും കൊടുക്കില്ല. എന്നിട്ട് ഈ പുറമെ ഉത്സവത്തിന് അന്നൊക്കെ ഗംഭീരമായിട്ട് അന്നദാനം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ വേണ്ടത് എന്താണ്? ഈ പുരാണ പാരായണം ചെയ്യുന്നു, അത് കേൾക്കാനിരിക്കുന്നു. ഈ അർച്ചനാദികളിൽ, നാമപ്രദക്ഷിണാദികളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കോ ചായയും കൂടിയില്ല. അപ്പം അതിനാണ് താല്പര്യം വേണ്ടത് എന്ന് സാരം. അപ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ വൃദ്ധിക്കാണ്, ക്ഷേത്ര ചൈതന്യത്തിൻ്റെ വൃദ്ധിക്കാണ്. നാമം ജപിക്കുമ്പോഴാണ്, അതിൻ്റെ കീർത്തനം പാടുമ്പോഴാണ്, ഈ പുരാണങ്ങൾ വായിക്കുമ്പോഴാണ്, രക്ഷാർച്ചന സമൂഹാർച്ചന ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓരോ ശക്തി കൂടുക. അതിന് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഊരാളന്മാരായാലും തന്ത്രിയായാലും കമ്മിറ്റി ആയാലും മറ്റേ ഭരണകർത്താക്കളായാലും എല്ലാവരും ഒരേപോലെ അതിനെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പോഴാണ് ഈ സാത്വികത ജ്ഞാനമായിട്ട് വരിക. ആ ജ്ഞാനമാണ് വളർത്തേണ്ടത്. അത് വളർത്താൻ തോന്നില്ല എന്നാണ് ഇപ്പോൾ ഈ ഭക്തനിന്ദ വരണു എന്ന് ശാപത്തിൽ വന്നത്. ദേവീ ഭക്തന്മാരെ അർച്ചിക്കാനും മുമ്പിൽപ്പെടാനുമേ സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ദേവി ഭക്തന്മാരാണ് ഇവരെ, അവരെ നിന്ദിക്കുകയാണല്ലോ ചെയ്യണത്. അപ്പം അങ്ങനെ വരാൻ പാടില്ല. ഇനിയോ ശിവോത്സവം കാണുവാനും ശിവഭക്ത അർച്ചനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ശിവ എന്നുള്ളത് ദേവി എന്ന അർത്ഥത്തിലാണ്. ശിവനെ ആയാലും വിഷ്ണുവിനെ ആയാലും ദേവി ആയാലും എന്ന് കണക്കാക്കിയാൽ മതി. അവിടെ മംഗളം എന്നുള്ള അർത്ഥത്തിലെടുത്താൽ ബാക്കിയൊക്കെ ശരി. ശുദ്ധഭസ്മം, വില്വദളം, രുദ്രാക്ഷം ഇവ ഏതിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. അപ്പോൾ അത് ശൈവാണോ എന്ന് തോന്നും. വിഷ്ണുവും ഭസ്മം കുരിടാറുണ്ട്. കോവളത്തിലെ വിഷ്ണുവിനും ചാർത്താം. അത് നമുക്ക് ഈ ഭള്ള് കൊണ്ട് അത് വെയ്യ എന്ന് തോന്നുകയാണ്. കോവളത്തിൻ്റെ രാജ ശിവനാണ് ഏറ്റവും ഇഷ്ടം എന്നേ. ദേവിക്ക് കോവളത്തിൻ്റെ ഇല ചൊല്ലിയിട്ട് സഹസ്രനാമം ചെയ്താൽ വലിയ ഫല. സഹസ്രനാമാർച്ചന ചെയ്താലേ വലിയ ഫലമാണ്. അതാണ് ശ്രീ മഹാദേവി നമ. ജ്ഞാനമാർഗത്തിലും ശ്രൗതസ്മാർത്ഥ ആചാരങ്ങൾ ഏതിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. അദ്വൈതജ്ഞാനവും ശാന്തി തൊട്ടുള്ളതൊക്കെയും നേടുന്നതിൽ ശ്രദ്ധയറ്റോരാകുവിൻ വിപ്രനീചരേ. ഹരേ. നിത്യകർമാദികളിലും അഗ്നിഹോത്രാദിയെങ്കിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. നിത്യസ്വാധ്യായത്തിലും സ്വാധ്യായ പഠനത്തിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ.
ഗോദാനാദികദാനത്തിൽ പിതൃശ്രാദ്ധാദിയെങ്കിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. കൃച്ഛ്രചാന്ദ്രായണത്തിങ്കൽ പ്രായശ്ചിത്താദിയെങ്കിലും സർവഥാ വിമുഖന്മാരായി തീർന്നാലും വിപ്രനീചരേ. ശ്രീദേവി ഭിന്നദേവാർച്ചാ ശ്രദ്ധാഭക്തി സമേതരായി ശംഖചക്രാദ്യാങ്കിതരായി തീർന്നാലും വിപ്രനീചരേ. കാപാലികന്മാരായി ബൗദ്ധശാസ്ത്ര തൽപരരായി സദാ പാഖണ്ഡാചാരരതരായി തീർന്നാലും വിപ്രനീചരേ. പിതൃമാതൃ സുതാ ഭ്രാതൃ കന്യാ പത്നീജനത്തെയും വിക്രയം ചെയ്തിരുന്നവരായി തീർന്നാലും വിപ്രനീചരേ. വേദവും തീർത്ഥവും വിറ്റ് തിന്നുന്നോരായും അവ്വിധം ധർമ്മത്തെ വിൽക്കുവോരായും തീർന്നാലും വിപ്രനീചരേ. പഞ്ചരാത്രം കാമശാസ്ത്രം കാപാലികമതം തഥാ ബൗദ്ധശാസ്ത്രം തൊട്ടവയിൽ ശ്രദ്ധയുള്ളവരാകുവിൻ. ഹരേ. അമ്മ സോദരിമാർ പുത്രി വരെ കൂടിയും തഥാ പരസ്ത്രീകളെയും പ്രാപിക്കുന്നവരാവുക നീചരേ. അപ്പം നോക്കി നോക്കുന്ന കലികാലത്തിൽ നടക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ ദോഷം അല്ലേ, ഒക്കെ ശാപാണ്. അത് ബ്രാഹ്മണരെ മാത്രമൊന്നല്ല, എല്ലാവരും ചെയ്യണ ചീത്തകളാണ്. നിങ്ങൾ തൻ വംശജന്മാരാം ആണും പെണ്ണുങ്ങളൊക്കെയും എൻ ശാപശക്തിയാൽ തീർന്നിരട്ടെ നിങ്ങൾക്ക് തുല്യരായി. ഏറെ ചൊന്നിട്ടെന്തു മൂലം ദേവിയായി ഹരേ. ഏറെ ചൊന്നിട്ടെന്ത് മൂലദേവിയായി ജഗദംബയായി ഗായത്രിയാം ദേവി തൻ്റെ കോപം വീഴട്ടെ നിങ്ങളിൽ. അപ്പോൾ ദേവിയുടെ കോപം വീഴുമ്പോൾ ഇങ്ങനെയുള്ള ചീത്ത വിചാരങ്ങൾ, അപ്പോൾ ചീത്ത അനുഭവങ്ങൾ, രോഗമായിട്ടും മനോരോഗമായിട്ടും സ്വസ്ഥത ഇല്ലാണ്ടെയും ഒക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. അന്ധകൂപാദി കുണ്ടത്തിൽ വാഴുവിൻ നിങ്ങളെപ്പോഴും ശ്രീ മഹാദേവി നമ. ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ 1 ദേവി, 2 ബ്രാഹ്മണൻ, 3 ജ്ഞാനം. അപ്പോൾ അതിൽ ഈ പുരാണം വളരെ പ്രധാനം. ഇത് 3ഉം എപ്പോഴും ആത്മസമർപ്പണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക തന്നെ വേണം. ദേവൻ, ബ്രാഹ്മണൻ, ബ്രാഹ്മണ ഗണത്തിൽ ഈ ഭക്തന്മാരൊക്കെ പെടും കേട്ടോ. ദേവൻ, ബ്രാഹ്മണൻ, ഗ്രന്ഥം. അപ്പോൾ ഇത് വളരെ നിർബന്ധമാണ്. ഇതുണ്ടെങ്കിൽ ഈ ശാപത്തെ നമുക്ക് മറികടക്കാൻ സാധിക്കും. അതാണ് ഉപാസന. എല്ലാവരിലും ഈശ്വരനെ കാണാനുള്ള ഒരു ഗുരുത്വം ഈ ഗ്രന്ഥോപാസന കൊണ്ട് ലഭിക്കും. അത് കിട്ടുമാറാകട്ടെ. വ്യാസൻ ജലം കയ്യിലെടുത്തേവം ശാപവും നൽകി ഗൗതമൻ മെത്തും ഭക്തിയോടും പോയാൻ. ഗായത്രി ദർശനത്തിനായി ചെന്നു കുമ്പിട്ട നേരത്ത് ആ പരാൽപരമഹേശ്വരി വിപ്രദുശ്ചരിതം കണ്ടുൾത്താരിൽ പൂണ്ടിതു വിസ്മയം. അപ്പോൾ ബ്രാഹ്മണരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അമ്മയ്ക്ക് അത്ഭുതമായി. വിപ്രദുശ്ചരിതം കണ്ടുൾത്താരിൽ പൂണ്ടിതു വിസ്മയം. ഇന്നും കാണാം ആ മുഖത്തിൽ ആശ്ചര്യം കൂടിക്കൊള്ളുവതായി. ഗൗതമാശ്രമത്തിൽ ഈ ഗായത്രി ദേവിയുടെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ബിംബം എപ്പോഴും ചിരിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്, വിസ്മയപ്പെട്ടുകൊണ്ട്. ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടും നമ്മളൊക്കെ പറയണില്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്നെ ആരും അനുഗ്രഹിക്കണില്ലല്ലോ എന്ന് ദേവതമാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമ്മയും അതന്നെയാണ് ചെയ്യണതേ. ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ട് ഈ സുഖത്തെ അനുഭവിച്ച ഇവര് എൻ്റെ ഭക്തനെ ഇങ്ങനെ നിന്ദിച്ചുവല്ലോ, ഇതെന്തുകൊണ്ട്? ഈ ഭക്തനിൽ നിന്നും ഈ ശാപത്തെ സ്വീകരിച്ചുവല്ലോ, ഇതെന്തുകൊണ്ട് എന്ന അമ്മയ്ക്ക് പോലും അത്ഭുതമായി. പിന്നെയോ ചൊന്നാൾ സാത്ഭുതമദ്ദേവി ഗൗതമർഷിയോടിങ്ങനെ വിഷമേ നൽകിയിടൂ പാല് കൊടുത്താലും ഭുജംഗമം പൊറുത്താലും മഹാത്മാവേ കർമ്മത്തിൻ ഗതിയേവമാം. ഇപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത്, വാക്കുകൊണ്ട് പറയുന്നത്, ഈ ശരീരം കൊണ്ട് ചെയ്യുന്നത്, ഈ 3 ത്രികരണങ്ങൾ പ്രവൃത്തികൾ നന്നല്ല എങ്കിൽ ഈ ദുരിതം തന്നെയാണ് വരിക. ഇതാണ് ദുരിതം. ദുശ്ചരിതം ആണ് ദുരിതം. ദുശ്ചരിതം കൊണ്ട് കിട്ടുന്നതായിട്ടുള്ള പാപഫലം, ദുഃഖം ആണ് ദുരിതം. ആ ദുരിതത്തെയാണ് എന്ത് ചെയ്യേണ്ടത്? എന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഉപാസന ചെയ്യുക. ഉപാസന ചെയ്യുമ്പോൾ ആ ദുരിതത്തിന് ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല. ദുരിതമുണ്ട്, നമ്മൾ ചെയ്ത ദുശ്ചരിതം, അതാണ് ദുരിതം. ആ ദുശ്ചരിത കർമ്മഫലമാണ് നമ്മുടെ ദുരിതം. ആ ദുരിതം ഇങ്ങോട്ട് വരാതിരിക്കാൻ ഈ ഉപാസന കൊണ്ട് ദുരിതത്തിന് ഇങ്ങോട്ട് കയറാൻ സാധിക്കില്ല. എപ്രകാരത്തിലാണോ ഇന്ദ്രൻ ഈ ബ്രഹ്മഹത്യാപാപം വന്ന സമയത്ത്, വൃത്രഹത്യ, അതേപോലെ വിശ്വരൂപഹത്യ ഒക്കെ ചെയ്ത സമയത്ത് മാനസരസിൽ അമ്മ ഇരിക്കുന്നതായിട്ട് ആ താമരയുടെ തണ്ടിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് 1000 വർഷം തപസ് പോലെ ഇരിക്കേണ്ടി വന്നു. അവിടെ ഈ ബ്രഹ്മഹത്യാപാപത്തിന് പ്രവേശിക്കാൻ സാധിച്ചില്ല. അതേപോലെ
നമുക്കും ഈ ഉപാസന കൊണ്ട് ഈ പാപത്തെ, ഈ ശാപത്തെ, ഈ ദുഃഖത്തെ, ഈ ദുശ്ചരിത കർമ്മഫലത്തെ, ദുരിതത്തെ നമ്മിലേക്ക് വരാതിരിക്കാൻ സാധിക്കും. അതിനാണ് ഈ കഥ പറഞ്ഞത്. ഈ ശാപം മുഴുവൻ ബ്രാഹ്മണർക്ക് കിട്ടിയെന്ന് വ്യാഖ്യാനിക്കാനല്ല. ശ്രീ മഹാദേവി നമ. വിഷമേ നൽകിടൂ പാല് കൊടുത്താലും ഭുജംഗമം. നമ്മൾ പല ദിക്കിലും വായനയ്ക്ക് പോകുമ്പോൾ പലതും അനുഭവപ്പെടാറുണ്ട്. നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ നമുക്കും അതിൻ്റേതായിട്ട് ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മറ്റു കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ്. ഗൗതമനെ പോലെ തന്നെ ഈ മനസ്സിൻ്റെ അപ്പോഴത്തെ ചാഞ്ചല്യമാണ് ശാപമായിട്ട് പുറത്തേക്ക് വരിക. അതേപോലെ അപ്പോഴത്തെ വ്യസനങ്ങളാണ്, അപ്പോഴത്തെ മറ്റ് ഭാവങ്ങളാണ് നമുക്കും ഈ നെഗറ്റീവ്സ് പുറത്തേക്ക് വരിക. അപ്പം അതിന് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശുദ്ധമായിട്ടുള്ള മനസ്സ് ഈ ശ്രദ്ധയോട് കൂടിയിട്ട് പലതും ചെയ്യുമ്പോൾ അതിൽ നിന്നും തിരിച്ചു കിട്ടുന്നത് വിപരീതമാവുമ്പോൾ, 12 കൊല്ലം ഗൗതമൻ ഇങ്ങനെ നോക്കിയിട്ടും ഈ ബ്രാഹ്മണനിൽ നിന്ന് തിരിച്ചു വന്നത് തിരിച്ചായപ്പോൾ ഗൗതമനിൽ നിന്നും പുറത്തു വന്നത് ശാപമാണ്. അപ്പോൾ അതിന് ഗൗതമനെയും അല്ല കുറ്റം പറയേണ്ടത്. അതാണ് ഇന്ന് നടക്കുന്നത്. പൊറുത്താലും മഹാത്മാവേ കർമ്മത്തിൻ ഗതി ഏവമാം എന്നോതും ദേവിയെ നമിച്ച അണഞ്ഞാനാശ്രമം മുനി. മറന്നാരുടന ശാപദഗ്ധരാം വിപ്രർ വേദവും ഗായത്രി കോടിയും പാരം അത്ഭുതപ്പെട്ടി ദേവരും പശ്ചാത്താപത്തോടും പിന്നെ ഒത്തുമേളിച്ചു ഭൂസുരർ. സാഷ്ടാംഗം ആ മുനിശ്രേഷ്ഠൻ തന്നെ വീണു നമിച്ചുടൻ നാണിച്ചു മുഖവും താഴ്ത്തി ഏതും മിണ്ടാതെ തേങ്ങിനാർ. പൊറുത്താലും 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 മുനീശ്വര ശ്രീ മഹാദേവി നമാം. നാണിച്ചും മുഖവും താഴ്ത്തി ഏതും മിണ്ടാതെ തേങ്ങിനാർ. എല്ലാവരും ഒരേപോലെ പൊറുത്താലും 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 മുനീശ്വര പറഞ്ഞുപോയി. വീണ്ടും വീണ്ടും ചുറ്റിലും നിന്നേവം തേങ്ങിയിരിക്കവേ കൃപാർദ്രചിത്തനായി ചൊന്നാൻ അവനോ അവരോടേവം മുനി. കൃഷ്ണാവതാരം വരെയും കുംഭീഭാഗത്തിൽ വാഴുവിൻ, എൻ വാക്യം സർവഥാ പാഴായി പോവിൽ എന്നു ധരിക്കുവിൻ. അപ്പോൾ ദ്വാപരാന്ത്യം കൃഷ്ണാവതാരം വരും. ആ സമയം വരെ നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കൂ, കുംഭീഭാഗത്തിൽ നരകത്തിൽ കഴിയൂ. വീണ്ടും കലിയുഗം വന്നാൽ ജനിക്കും നിങ്ങളേവരും. ആ സമയത്ത് നിങ്ങൾ വീണ്ടും ജനിക്കും കലിയുഗത്തിൽ, ഇന്നത്തെ ഈ ചീത്തകൾ ചെയ്യാനായിട്ട്. എന്നിട്ട് ദുശ്ചരിതങ്ങൾ, ആ ദുരിതങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ശാപമോക്ഷത്തിനു നിങ്ങൾ വീണ്ടും കലിയുഗം വന്നാൽ ജനിക്കും നിങ്ങളേവരും. ഞാൻ ഈ ചൊന്നതുപോലെല്ലാം വരും അപ്പോൾ അസംശയം ശാപമോക്ഷത്തിനു നിങ്ങൾക്കുണ്ട്. ഇന്ന് ആഗ്രഹമെങ്കിലോ സേവിപ്പിൻ സർവദാ നിങ്ങൾ ഗായത്രി പദതാരിണ. അന്ന് തൊട്ട് ഗായത്രി ജപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ നല്ല ജന്മത്തെ കിട്ടും. അന്ന് തൊട്ടും ഗായത്രി ജപിക്കാത്തവർക്ക് ഇന്നും ആ ദോഷത്തെ. വ്യാസൻ ഏവമേവരെയും വിട്ടു ഗൗതമൻ മുനിസത്തമൻ പ്രാരബ്ധമെന്നുള്ളിൽ നന്ദി തേടിനാൽ ശാന്തി ഭൂപതേ. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ വൈകുണ്ഠത്തിൽ ഗമിക്കവേ കലിയും വന്നണഞ്ഞപ്പോൾ കുംഭീഭാഗത്ത് നിന്നവർ അണഞ്ഞാർ പൂർവശാപത്താൽ ഭൂവിതിൽ. ദ്വിജജാതിയായി ഗായത്രിയിൽ ഭക്തിയേറ്റം മൂവന്തികളെഴാതെയും വേദ താൽപര്യവും വിട്ട് പാഖണ്ഡമതനിഷ്ഠരായ അഗ്നിഹോത്രാദിയും ശ്രാദ്ധഹോമാദികളും എന്നിയെ പിറന്നാരവരാ മൂലദേവി ജ്ഞാനവിഹീനരായി ബ്രാഹ്മണരായിട്ട് ജനിച്ചു. എന്നിട്ട് ആ കർമ്മങ്ങളൊന്നും ചെയ്യാതെ കണ്ട് നടക്കണം. കാര്യം എന്തോ ആയിക്കോട്ടെ, കാരണം എന്തോ ആയിക്കോട്ടെ, പക്ഷേ സംഭവം ഇങ്ങനെയാണ്. ശ്രീ മഹാദേവി നമ. തപ്തമുദ്രാങ്കിതർ ചിലർ സ്വേച്ഛാചാരികളായി, ചിലർ കാപാലികന്മാർ, ജൈനന്മാർ, കൗളന്മാർ, ബൗദ്ധരായി, ചിലർ പാണ്ഡിത്യമുള്ളവരായാലും ഏവരും വൃത്തിഹീനരും പരതാരങ്ങളിൽ ശക്തന്മാരും തന്നെ നിരന്തരം വീഴുന്നു കുംഭീഭാഗത്തിൽ കർമ്മത്താൽ അവർ. പിന്നെയും അതിനാൽ ദേവിയെ തന്നെ രാജൻ സേവിക്ക സർവഥാ. ശിവവിഷ്ണു ഉപാസകർക്കില്ല നിത്യത്വം ഓർക്കുകിൽ. ശക്തി ഉപാസനയില്ല എങ്കിൽ അധോഗതി ഫലം സദാ. എല്ലാ ദിവസവും ദുർഗാദേവിക്ക് പൂജയെ ചെയ്യണം എന്നതാണ് വിധി. അത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാറില്ല, കാരണം അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം. ശ്രീ മഹാദേവി നമ. എത്രയോ ഗൃഹങ്ങളിൽ ഈ പൂജ സ്ഥിരമായിട്ട് ചെയ്യുന്നവർ ധാരാളമുണ്ട്. ശ്രീ മഹാദേവി നമ. ശക്തി ഉപാസനയില്ല എങ്കിൽ അധോഗതി ഫലം സദാ. നീ ചോദിച്ചത് സർവം ഞാൻ ചുരുക്കിച്ചൊന്നു ഭൂപതേ. ഭവദുഃഖം കെടുക്കുന്നോരാദ്യയാം ഭുവനേശ്വരി വാഴും ശ്രേഷ്ഠം മണിദ്വീപം വർണ്ണിക്കാമിനി ഞാൻ നൃപ. ഗൗതമശാപം എന്ന 9-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മണിദ്വീപം 3 അധ്യായങ്ങളിലായിട്ട് പറയണു. നമുക്ക് നാളെ മറ്റന്നാളായിട്ട് കേൾക്കാം. ശ്രീ മഹാദേവി നമ.